കാഴ്ചകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പലപ്പോഴും കാഴ്ച പരിമിതരുടെ ലോകം അജ്ഞാതമായിരിക്കും. പയ്യൂർ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പഠന പ്രദർശനമുണ്ടായിരുന്നു, വിദ്യാഭ്യാസ പ്രദർശനമുണ്ടായിരുന്നു. അതിൽ രണ്ട് സ്റ്റാളുകളാണ് മികച്ചതും വേറിട്ടതുമായി ശ്രദ്ധയിൽപ്പെടുന്നത്. ആ രണ്ട് സ്റ്റാളുകളും ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിലൊന്ന് കാഴ്ച പരിമിതി നേരിടുന്ന അധ്യാപകർ ചേർന്ന് നടത്തുന്ന സ്റ്റാളാണ്. ഒരധ്യാപകൻ കണ്ണൂർ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കെ സുധീഷ്, മറ്റൊരു അധ്യാപകൻ പയ്യന്നൂർ കോത്തായിമുക്കിലെ റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള രമേശൻ പി വി ആണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ബ്രെയിൻ ലിപി എങ്ങനെയാണ് വായിക്കുന്നത്, അക്ഷരങ്ങൾ എങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, സ്റ്റിക്ക് കൊണ്ട് എങ്ങനെയാണ് കാഴ്ച പരിമിതിയുള്ളവർ നടന്നു പോകുന്നത്, ഇങ്ങനെ ഒരു സ്റ്റിക്കും കൊണ്ട് റോഡ് സൈഡിൽ ഒരാൾ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് മുറിച്ചു കടക്കാനാണ് നിൽക്കുന്നതെന്ന് ഡ്രൈവർമാർക്ക് അതിൻ്റെയുള്ള അറിവ് വേണം എന്നൊക്കെയും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഏറ്റവും വിശദമായ ഒരു ക്ലാസ് തന്നെ നൽകിക്കൊണ്ടായിരുന്നു ആ ക്ലാസ് അല്ലെങ്കിൽ ആ പ്രദർശനം, ആ സ്റ്റാള് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ ശ്രീനിധി കേശവനാണ്. നേരത്തെയും ശ്രീനിധി കേശവന്റെ വാർത്ത നമ്മൾ നൽകിയിരുന്നു. തന്നെ പോലെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ വിധി ഒരു മുറിക്കുള്ളിൽ തളച്ചിടാൻ കരുതുന്ന കുട്ടികൾക്ക് പ്രചോദനമാകുന്ന SR ടോക്സുമായാണ് ശ്രീനിധി കേശവൻ വന്നത്. രണ്ട് സ്റ്റാളുകളുടെയും വിശേഷങ്ങൾ കാണാം. ഇതിന് ഇനിഷ്യേഷൻ എടുത്തുള്ളത് ഇവിടുത്തെ അധ്യാപകനായിട്ടുള്ള കാഴ്ച പരിമിതനായിട്ടുള്ള ശ്രീ മണി KP ആണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ സംഭവത്തിൽ പയ്യന്നൂർ കോളേജിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ആ പൊട്ടുകൊണ്ട് അത് ബ്രെയിൽ ലിപിയുടെ അക്ഷരങ്ങളായിട്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ബ്രെയിൽ കോമ്പിനേഷൻ എങ്ങനെയാണ്. അതായത് കാഴ്ച പരിമിതരുടെ വായന എന്നത് കണ്ണുകൊണ്ടല്ല, നമ്മുടെ കണ്ണായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ഫിംഗർ ടിപ്പാണ്. അപ്പോൾ ഫിംഗർ ടിപ്പ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങളിൽ നമുക്കിവിടെ വരുന്നത് ഉദാഹരണം, ഇതിപ്പോൾ ഹിന്ദി അക്ഷരത്തിൻ്റെ ബോർഡാണ്. അപ്പം ഞാനിപ്പം ഇതിൽ തൊടുമ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ആ ആണ്, ഇത് ആ, ഈ ഇങ്ങനെ വരും. ഇനിയിപ്പം കേവലം ഇങ്ങനെ നിരക്ക് അങ്ങനെ പോകുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. നോക്കുക, ഇതിപ്പം 3 ഡോട്ടുള്ള ഒരു അക്ഷരമാണ് ഇത്. ഇങ്ങോട്ട് വരുമ്പം ഇവിടെയും ഒരു 3 ഡോട്ടുള്ള അക്ഷരമുണ്ട്. അപ്പം 3 ഡോട്ടല്ല കാര്യം, അത് ഇരിക്കുന്ന പൊസിഷനാണ്. ഈ 3 ഡോട്ടും എങ്ങനെയാണെന്ന് ഒന്ന് നോക്കുക, വ്യത്യസ്തമാണ്. അപ്പം ഇത് ആ, ഇത് ഉ. അപ്പം ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൽ ലിപിയിൽ 6 ഡോട്ട്സ്, ഒരു സെല്ലിൽ 6 ഡോട്ടുകളാണ് ഉള്ളത്. ഇത് നമ്മളൊരു സെല്ലായി എടുത്തു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ 1 2 3 4 5 6 ഇതാണ്. അങ്ങനെ 6 ഡോട്ടുകളാണ് ഒരു സെല്ലിലുള്ളത്. ഈ 6 ഡോട്ട്സ് ഉപയോഗിച്ച് 63 ഫിഗേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ 63 ഫിഗേഴ്സാണ് ലോകത്തിലെ എല്ലാ ഭാഷയിലെയും അക്ഷരങ്ങളായി വരുന്നത്. ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മളെ പേപ്പറിന് പ്രൊജക്റ്റ് ചെയ്യും, കുത്തുകളായിട്ട് വരും. ആ കുത്തുകൾ നോക്കി നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം, ഞാനിപ്പോൾ ഇവിടെ ഒരു പുസ്തകമുണ്ട്, 9ാം ക്ലാസ്സിലെ ഇത് പുസ്തകമാണ്, സാമൂഹ്യശാസ്ത്രം. അതിൽ ഇത് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും, വകാടക മഹാരാജാവ് ശ്രീ വിന്ധ്യശക്തി രണ്ടാമൻ്റെ കൽപ്പനപ്രകാരം വിജയവും ദീർഘായുസ്സും ഇഹലോകങ്ങളിൽ ക്ഷേമസമാധാനങ്ങളും കൈവരുന്നതിനായി ഈ ഗ്രാമത്തിൻ്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നു. ഇത്രയും ഞാൻ വായിച്ചത് ഇതിൻ്റെ ഈ അക്ഷരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകുന്ന ആ ലെവലിൽ ഇതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. എൻ്റെ ഫിംഗർ ടിപ്പിൽ മാത്രമാണ്. ഇതിലെ ഒരു വരി പോലും എനിക്ക് സത്യം പറഞ്ഞാൽ മനഃപ്പാഠമല്ല. ഇനി കാഴ്ച പരിമിതരുടെ ഗണിത പഠനം എന്നത് ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും ആളുകൾക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്കും വലിയ പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പം നോക്കാം, ഇതിപ്പം പ്രൊട്ടക്ടർ നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് നമ്മളെ ഈ സാധനം ഗണിതത്തിലെ
സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ ഇവിടെയൊക്കെ കുറേ ഡോട്ടുകളാണ്. ഈ ഡോട്ടുകളാണ് നമ്മളെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഡോട്ടുകൾ എണ്ണി അതിൻ്റെ ക്രമം നോക്കി നമുക്ക് എത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ നോക്കി ഇതാക്കാൻ പറ്റും. ഇതിൽ വേറൊരു സാധനം കൂടി, നമ്മളിതിപ്പം വെച്ചിട്ട് ഇതിനകത്ത് ഇതിന് കണക്കായിട്ട് സെൻറ്റിമീറ്റർ എടുക്കുന്ന സമയത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടണം. അത്രയും അളവ് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി സ്പർ വീൽ എന്നൊരു സാധനമുണ്ട്, അത് ഉപയോഗിക്കും. അത് സാധനം ഇവിടെ ഇല്ല. ഒരു ചെറിയ ഒരു ചക്രമാണ്. ആ ചക്രം ഇതിൻ്റെ പേപ്പറിലൂടെ കറങ്ങുമ്പോൾ അതിൽ ഒരു ഇങ്ങനെ വര വരും, മറുപടി. അതെ, യെസ്. പിന്നെ ഇത് സ്കെയില്. നമുക്ക് വളരെ കൃത്യമായിട്ട് എന്താ പറയുക, സ്കെയിലിൻ്റെ ഇത് വെച്ചിട്ട് ഇത് എത്ര സെൻറ്റിമീറ്റർ എന്ന ലെവലിലേക്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് ഡോട്ടുകളാണ്, കണ്ടില്ലേ? ഡോട്ട് 1 2 3 4 5 ഇങ്ങനെ 5 ഡോട്ട് വരുമ്പോഴേക്കും, അതായത് 5 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവിടെ എന്തായി, ഒരു 2 ഡോട്ട് വന്നു. 2 ഡോട്ട്. ഇത് 10ൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അത് 3 ആവും. പിന്നെ വീണ്ടും 2 ഡോട്ട് 15. നമുക്കിത് വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് വളരെ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. യെസ്, ഇതിപ്പോൾ ചെസ് ബോർഡ് അറിയല്ലോ. അപ്പോൾ ഇത് നിയമങ്ങളൊക്കെ ചെസ്സിൻ്റെ അന്തർദേശീയ നിയമങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. വ്യത്യാസം ഒരേ ഒരു കാര്യത്തിൽ, കാഴ്ചയുള്ളവർ കണ്ണുകൊണ്ട് നോക്കുന്നു, നോക്കി കളിക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ച കരു തൊടുന്നു, എടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് കണ്ണ് എന്നത് നമ്മുടെ വിരലായതുകൊണ്ട് നമുക്ക് നമ്മുടെ കളിക്കുന്ന സമയത്ത്, നമ്മുടെ കളിയുടെ സമയത്ത്, എതിരാളിയുടെ കളിയുടെ സമയത്ത് നമ്മൾ ചെസ്സിൽ തൊടരുത്. അല്ലാത്ത സമയത്ത് നമ്മുടെ കളി സമയത്ത് പൂർണ്ണമായും ഈ ബോർഡ് മൊത്തം നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അത് നോക്കി നമുക്ക് കരു തൊട്ട് മനസ്സിലാക്കി ഉറപ്പിച്ച ശേഷം ഒരു കരു എടുത്തിട്ടുണ്ടെങ്കിൽ കളിച്ചിരിക്കണം, ഇല്ലെങ്കിൽ കളിക്കേണ്ടതില്ല. നമുക്ക് തൊട്ട് നോക്കി നമുക്കതിനനുസരിച്ച് കളിക്കാം. നമ്മുടെ കൂട്ടത്തിൽ നല്ല ചെസ് കളിക്കാരുണ്ട്, ഇൻ്റർനാഷണൽ തലത്തിൽ പോലും അറിയപ്പെടുന്ന പിന്നെ എന്താ പറയുക, നല്ല കളിക്കാരുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. നീക്കങ്ങളൊക്കെ സെയിം തന്നെ, നമുക്കൊരു വ്യത്യാസമില്ല. ആകെ ഈ ഒരു കാര്യത്തിൽ മാത്രമേ തൊട്ട് നോക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇത് വൈറ്റ് കെയിൻ, കാഴ്ചാ പരിമിതരുടെ മൊബിലിറ്റി പരമാവധി ഉറപ്പുവരുത്തുന്ന ഒരു ഉപകരണമാണ്. അതായത് നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പരമാവധി ഇൻഡിപെൻഡൻറ്റ് മൊബിലിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു, നമ്മുടെ മനസ്സിന് നമുക്ക് ധൈര്യം തരുന്ന, യഥാർത്ഥ ധൈര്യം തരുന്നതല്ല, അത് തന്നെയാണ് ഒരു സാധനമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ വേണ്ടത്ര ധാരണയില്ലാത്ത പോകുന്ന ഒരു സംഭവമാണ് വൈറ്റ് കെയിൻ. എന്തിനധികം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇത് വലിയൊരു വിഷയമായി ഇപ്പോഴും കാണുന്നില്ല. സത്യത്തിൽ ഇത് വെച്ച് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ, നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ വെച്ച് ഇങ്ങനെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആക്കി തരണം. പക്ഷെ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും അത് നടക്കുന്നില്ല എന്നുള്ളൊരു സത്യം കൂടി ഉണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് പിന്നെ നമുക്കിത് വെച്ച് നടക്കുമ്പോൾ ഉദാഹരണം ഞാൻ നടക്കുന്നു, ഞാൻ ഇങ്ങനെ നടക്കുവാണ്, കണ്ട, ഇപ്പോൾ ഇവിടെ തടസ്സം വന്നു. ഇതിപ്പം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്ന് മുട്ടിയാനെ. ഇപ്പോൾ ഞാനിത് തിരിച്ചറിഞ്ഞ് ഇത് വന്ന് തട്ടും. അപ്പോൾ എന്ത് നമുക്ക് തടസ്സം ഉണ്ടെങ്കിലും നമുക്കറിയാം, നമുക്കിങ്ങനെ ഇത് വെച്ച് നടന്ന് വേണ്ട. അപ്പോൾ നമ്മുടെ നടത്തത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകരണം തന്നെയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് വൈറ്റ് കെയിൻ. ഞാൻ എൻ്റെ സ്റ്റാളുണ്ട് വിൻസിന്റെ ഭാഗമായിട്ട് ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാളുണ്ട്. ട്രാവൽ ഏജൻസിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാളുണ്ട്. അപ്പം അതും പിന്നെ കുറെ ഇപ്പം നമ്മള് കേറുമ്പം തന്നെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറെ പേര് ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെ സ്റ്റാളുണ്ട്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ SR ടോക്കിൻ്റെയും ഉണ്ട്. ഞാൻ
SRTech എന്ന് പറഞ്ഞിട്ട് അത് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഇതുമുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് വെക്കിയിട്ടുണ്ട്, ഒരു പോസ്റ്റർ പോലെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പേര് ദർശൻ എന്നാണ്. എൻ്റെ വീട് ഇവിടെ പയ്യന്നൂർ തന്നെ, ജ്യോതിസാനം സഭ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ ഇവൻ ഫസ്റ്റ് കാണുന്നത് ഇവിടെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ മറ്റേ ഓറിയൻറ്റേഷൻ ഒരു ഇതുപോലെ പ്രോഗ്രാം പോലെ ഉണ്ടായിനി. ഇവിടെ ഇനോഗ്രേഷൻ നമ്മൾ വന്ന പാടും ഒരു ഓറിയൻറ്റേഷൻ പോലെ പാരൻസും നമ്മൾ കുട്ടികളെല്ലാം കൂടിയിട്ട് ടീച്ചേഴ്സ് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അപ്പം അവിടുന്ന് ആദ്യമായിട്ട് ഇവനെ കാണുന്നത്. പിന്നെ ഞാൻ സെയിം ക്ലാസ്സിൽ തന്നെ, നമ്മൾ രണ്ടാളും സെയിം ക്ലാസ്സിൽ തന്നെ, ഫസ്റ്റ് ഇയർ മുതലേ ഫ്രണ്ട്സാണ്.